ആഷിഖിനെ ഇപ്പം ഇവിടെ കൊണ്ടുവരുന്നത് വരെ താങ്കളാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ചുറ്റുപാടിൽ നിന്നൊക്കെ സംസാരിച്ചപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആഷിഖിനെ ഇത്രയും സമയം ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല എന്നുള്ള പരാതി അടക്കമാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് മെനിങ്ങാന്ന് ഇവനെ ഇത് പ്രശ്നമായിട്ട് ഇവർ കൊണ്ടുപോയി. ഇവർ ഒരു കാട്ടിൻ്റെ അവിടെ ഒരു വീടാൻ കണ്ടുണ്ട് ഉമാറുടെ ഏരിയയിൽ. അവിടെ ഇട്ട് ഇവനെ നല്ലപോലെ അടിച്ച് മർദ്ദിച്ച് തലയ്ക്കും കാലിനൊക്കെ പരിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവനെ വിട്ട് ഇവിടെ നിന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞ് വിട്ട് ഒരാശുപത്രിയിൽ പോയി. ആദ്യം കേസ് കൊടുക്കാനായിട്ട് പോയി. പരാതി എഴുതിക്കൊണ്ട് പോയപ്പോഴത്തേനും പറഞ്ഞ് ആശുപത്രിയിൽ പോയിട്ട് വാ, എന്നിട്ട് അവിടുത്തെ കോൺസ്റ്റബിൾ ആരോ പറഞ്ഞെന്ന് ഇത് കേസ് കൊടുത്താലും ഒതുങ്ങിപ്പോവുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അടിച്ചു തീർക്കാനെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കോൺസ്റ്റബിൾ അങ്ങനെയല്ലേ പറഞ്ഞത്? കോൺസ്റ്റബിൾ അങ്ങനെയാണ് എന്തോ ആണ് പറഞ്ഞത്. അവൻ്റെ അടുത്ത് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നാനുള്ള കാരണം? ഇത് ഒതുങ്ങി പോകുന്ന ഒരു കേസാണ്. ഇവന്റെ അടുത്ത് ആഷിഖിനോട്, ഈ വിക്ടിമില്ലേ ആഷിഖിനോട് പറയുന്നുണ്ടായിരുന്നു, നീ കേസ് കൊടുത്താലും എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഊരിപ്പോവും. ഇപ്പോൾ ആറ്റിങ്ങിൽ നമ്മളവിടെ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ തന്നെ ആ സാർ പറഞ്ഞത് അവൻ അതിന് മുന്നേ ഒരു പെണ്ണ് കേസ് എന്തോ ഉണ്ടായിരുന്നു. അവൻ ജാമ്യം കൊടുത്ത് ഒരു 3 ദിവസമൊക്കെ ആയപ്പം ജാമ്യം കിട്ടി പോയെന്നാണ് പറഞ്ഞത്. അതുപോലെ ഡ്രഗ്സിൻ്റെ എന്തോ കാര്യത്തിനും അവനെ പിടിച്ച് അത് ഊരിപ്പോയെന്നാണ് പറയുന്നത്. അവനും അത് തന്നെ ഇവനെ ഇന്നലെ കാറി കയറ്റി കൊണ്ടുപോയപ്പോഴും പറഞ്ഞു, നീ ഇനി എത്ര കേസ് കൊടുത്താലും ഞാൻ ഇറങ്ങി വരും. അപ്പോൾ എന്തായാലും അവന് മേലിൽ ആരെയും പിടി കാണുമല്ലോ. അത് അറിയാമോ? രാഷ്ട്രീയ പാർട്ടി അത് അറിയത്തില്ല. എന്തോ അവനെന്തോ MLA എന്നൊക്കെ പറയുന്ന കേട്ട്. ആ പയ്യൻ MLAയുടെ ആരും ആണെന്നൊക്കെയാണ് പറയണത്. എനിക്കറിഞ്ഞൂടാ. അത് ആറ്റിങ്ങനാ എന്തോ ആണെന്നാണ് പറയണത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. MLAയുടെ എന്തോ ആണെന്നൊക്കെയാണ് പറയണത്. അതേപോലെ ഇന്നലെ ഞങ്ങളവിടെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോടെയാണ് അവിടെ സ്റ്റേഷനിൽ ചെന്നത്. ഇവനെ പിടിച്ചുകൊണ്ട് പോയ ടൈമിൽ അപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നപ്പോഴത്തേനും ഇവരാദ്യം കേസ് കൊടുക്കാൻ പോയ സാറാണ് അവിടെ ഫ്രണ്ട് ചെയ്യുന്നത്. അയാൾ എനിക്കറിയത്തില്ല, ഇവനാണ് പറഞ്ഞത്. പിന്നെ ഇവനാണ് പറഞ്ഞത് അതാണ് അന്ന് കേസ് കൊടുക്കാൻ പോയ സാറ്. അപ്പം ഞാൻ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അവനെ തട്ടിക്കൊണ്ടുപോയി മെനങ്ങാൻ ഇവിടെ വന്ന് കേസ് കൊടുത്തതാണ്, പരാതി എഴുതി കൊടുത്തപ്പോൾ നിങ്ങൾ ഇതാക്കിയില്ല, നിങ്ങൾ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു മീൻസ് അവർ അതിനെപ്പറ്റി അന്വേഷിക്കുക, ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കേ, അവരെ നമ്പറൊക്കെ എഴുതി മേടിച്ചതാണ്. എന്നിട്ട് പോലും അതൊരു പയ്യനാണ്, കൊച്ചു പയ്യനാണ്. അതാണ് ചോദിക്കാനുള്ളത്. ഇപ്പം 15 വയസ്സുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന അപ്പം അവനൊരു അപകടം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തായിരിക്കും? ഇവരെന്തോ സ്കൂളിൽ എന്തോ പ്രശ്നം കൂട്ടുകാരുമായിട്ട് നടക്കുമ്പോഴത്തേന് അവർ ഈ അടിച്ച ദേവൻ എന്ന് പറയുന്ന പയ്യന് അത് ഇഷ്ടമല്ല. അങ്ങനെ എന്തോ വാൺ ചെയ്ത് 2-3 വട്ടം അവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ എന്തോ ആണ് സംഭവം. ഉണ്ട് അറസ്റ്റിലാണ്. 4 പേരും പിടിച്ചു. ഇവനെ അടിച്ച എല്ലാവരും അവിടെ ഉണ്ട്. ഇനിയിപ്പം നടപടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് മൊഴിയെല്ലാം കൊടുത്തു. ഇനിയിപ്പം നാളെ ഇവനെ കൊണ്ടുപോയ സ്ഥലങ്ങളിലൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എവിടെയെങ്കിലും കൊണ്ടുപോയിന്നോ? ഇന്നലെ 3 സ്ഥലത്ത് കൊണ്ടുപോയി. ഇന്നലെയും 3 സ്ഥലത്ത്. ആദ്യം അന്ന് അവനെ അടിച്ച സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു വീട്ടിലെന്ന് പറഞ്ഞില്ലേ, അവിടെ കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ വേറെ അവിടെ സേഫ് അല്ലാന്ന് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണത് ഇവൻ കേട്ടിട്ട് ആണ് ഇവൻ നമ്മുടെ അടുത്ത് പറയണത്. അപ്പോൾ അവൻ പറഞ്ഞ് അവിടെ നിന്ന് പിന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാർ കീഴാറ്റിങ്ങൽ AK കോളനി അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഒരു വയലിൻ്റെ അവിടെ വെച്ചാണ് അവന്മാരെ പിടിക്കുന്നത്. ഇന്നലെ കാറ് കയറ്റി കൊണ്ടുപോയപ്പോഴത്തേനും ഇവനെ വലിച്ചാണ് കയറ്റിയത്. അതിനുശേഷം കൊങ്ങയ്ക്ക് പിടിച്ച് അടിക്കാനും ഓങ്ങി, അല്ല അടിച്ചില്ല, കൊങ്ങയ്ക്ക് പിടിച്ച് അതിന് ഉപദ്രവിച്ച് നല്ലപോലെ കിട്ടി. നല്ലപോലെ അവൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇന്നലെ അവിടെ കേസ് കൊടുക്കാൻ വന്നപ്പോൾ ആ സാറ് പറയണത്, ഞാൻ പറഞ്ഞു സാറേ പെട്ടെന്ന് ഇത് എന്നാൽ നിങ്ങൾ പോയി അങ്ങ് കണ്ടുപിടി. അപ്പം ഞാൻ പറഞ്ഞു സാറേ അപ്പന് വല്ലതും പറ്റിപ്പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ കോൺസ്റ്റബിൾ പറയാണ്, അത് പറ്റിപ്പോയെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ പറയണ എൻ്റെ അടുത്ത്. മെനങ്ങാന്ന് അന്ന് കൊണ്ടുപോയപ്പോൾ ഇന്നലത്തെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത് അത് പരാതി കൊടുത്ത്. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, എന്നിട്ട് അയാൾ എന്തോ ഇവന്റെ അടുത്ത് പറഞ്ഞ് ഇത് കേസ് കൊടുത്തിട്ടും കാര്യമില്ല, നിങ്ങൾ അടിച്ച് ഇറങ്ങി പോകുമെന്നാണ് പറയണത്. മുഖ്യമന്ത്രി അറിയാൻ വേണ്ടി
അറിയാൻ വേണ്ടി ഒരു കാര്യം പറയണം. ഇങ്ങനെ പറയുന്ന പോലീസുകാരെ ഒരു കാലത്തും ആ പോലീസ് സ്റ്റേഷനിൽ പോലും വെക്കാൻ പാടില്ല. നിങ്ങൾ പോയി അടിച്ചു തീർക്കാൻ പറയണ ഏത് സാറാണ് പറഞ്ഞിട്ടുള്ള അയാൾ, ഏത് DGP ആണ് അയാൾ പറഞ്ഞത്, അയാൾ ഏത് ട്രെയിനിങ്ങിനാണ് കൊടുത്തിട്ടുള്ള അയാൾ എന്നൊന്ന് മനസ്സിലാക്കണം. ഇതിനു മുമ്പ് പല കേസുകളും ഉണ്ടായിട്ടും, കഞ്ചാവ് കേസും അതും ആ സ്കൂളിൽ ഉണ്ടായിട്ട് ശിവൻകുട്ടിയുടെ 2 or 3 പരാതി പറഞ്ഞിട്ട് ശിവൻകുട്ടി ഇതുവരെ അനങ്ങിയിട്ടില്ല. ശിവൻകുട്ടിയും കോളേജ് യൂണിവേഴ്സിറ്റിയില്ലാത്തവരുടെ നടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ശിവൻകുട്ടി ഇതൊന്നും പറഞ്ഞിട്ടില്ല. അന്നും അനുഭവമുള്ള ഒരാളാണ്. അപ്പം നമുക്കെല്ലാം മക്കളുണ്ട്. ആ മക്കളുമായിട്ട് പോകുമ്പോഴും നമ്മൾ പേടി എന്താണ്, തിരിച്ചു വരുമെന്നുള്ള ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. പക്ഷേ ഞങ്ങളിന്നും പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇടപെടാത്ത അങ്ങനെ ഒരു പേടിയില്ല. മക്കൾ പോയി വരുമ്പോഴാണ് നമുക്കുള്ള പേടി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും വേഗം അയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ഇടണം.